നമസ്കാരം. അങ്ങനെ ഉജ്ജ്വല വിജയം, ഒന്നൊന്നര വിജയം, ആധികാരികമായ വിജയം. പട്ടിയടിക്കും പോലെ കൊച്ചു പിള്ളേരെ നേരിടുന്ന ലാഘവത്തോടു കൂടി ഇന്ത്യ ശ്രീലങ്കയെ അടിച്ച് കൂർച്ചു എന്ന് നമുക്ക് പറയേണ്ടതായിട്ട് വരും. അമ്മാതിരി വിജയമായിരുന്നു. 7 വിക്കറ്റിന്റെ വിജയം. 9 ബോൾ ബാക്കി നിൽക്കെ 7 വിക്കറ്റിന് സത്യം പറഞ്ഞു കഴിഞ്ഞാല് ഒരു വൈഡായിട്ടുള്ള ഒരു ചാൻസ് പോലും കൊടുക്കാതെ ഒരു ദയനീയമായി തോപ്പിച്ചോളാം. സത്യം പറഞ്ഞാൽ വളരെ ദയനീയമായിട്ടാണ് ശ്രീലങ്ക ഇന്ന് തോൽപ്പിച്ച് ഇന്ത്യ പരമ്പര സ്വന്തമാക്കിയത്. അതിന്റെ സാഘോഷത്തിൽ നമുക്കൊന്ന് ചെണ്ടമേളമാവാം. അപ്പോ എന്തോ ആയിക്കോട്ടെ, അങ്ങനെ 3 കളികളുള്ള പരമ്പരയിൽ T20യിൽ ഇന്ത്യ 2-0 അങ്ങനെ കപ്പ് സ്വന്തമാക്കിയിരിക്കുന്നു. ഇത്രയേ ഉള്ളൂ. അതായത് സൂര്യകുമാർ യാദവ് ഫുൾ ടൈം ക്യാപ്റ്റനായതിനു ശേഷമുള്ള ആദ്യ പരമ്പര ആധികാരികമായിട്ട് തന്നെ ഇന്ത്യ ജയിച്ചു. കഴിഞ്ഞ കളിയിൽ ഫസ്റ്റ് കളിയിൽ നമുക്ക് വേണമെങ്കിൽ പറയാം അവരൊന്ന് ചെറുത്തു നിന്നു എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. പക്ഷെ ഈ പ്രാവശ്യം ഒരു ചെറിയൊരു ഹോപ്പും കൂടി കൊടുത്തില്ല. അതായത് പിന്നീട് ഡഗ്ലസ് ലൂയിസ് നിയമപ്രകാരം എന്ത് ചെയ്തു, സ്കോർ നില കുറച്ച് 8 ഓവറിൽ പിന്നീട് 78 റൺസ് വേണമെന്ന് അവർക്ക് ചെറിയൊരു പ്രതീക്ഷ ഉണ്ട്. പക്ഷേ ഫസ്റ്റ് ബോൾ തന്നെ 4 അടിച്ചുകൊണ്ട് യശസ്വി ജയ്സ്വാൾ എന്ന് പറയുന്ന മനുഷ്യൻ ഇത്രയേ ഉള്ളൂ. പക്ഷെ അവന്റെ അടി 1.5 അടിയായിരുന്നു. എന്തായാലും യശസ്വി സൂര്യകുമാർ എനിക്ക് ക്യാപ്റ്റൻസി കിട്ടിയതിനു ശേഷം സൂര്യകുമാറിന്റെ ഫോം മറ്റൊരു ലെവലിലേക്ക് പോയി, മറ്റൊരു തലത്തിലേക്ക് സൂര്യകുമാർ യാദവിന്റെ ഫോമും ഭാഗ്യവും ഒക്കെ പോകുന്നുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. അതായത് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാല് ഓൾ ഓവർ, അതായത് ഫസ്റ്റ് ബാറ്റിംഗ് ഇന്ത്യക്ക് പിന്നീട് ടോസ് കിട്ടുന്നു. ഇന്ത്യ അവരെ എന്ത് ചെയ്യും, നീ പോയി ബാറ്റ് ചെയ്യണേ എന്ന് പറഞ്ഞുകൊണ്ട് കൊടുക്കുന്നു. രാവിലെ തന്നെ കുറച്ച് മഴയുണ്ടെന്ന്, പക്ഷെ പെട്ടെന്ന് മഴ മാറി കളി തുടങ്ങി. അവർ 20 ഓവറിൽ 161 റൺസ് അടിച്ചു, 9 വിക്കറ്റ് നഷ്ടം. സത്യം പറഞ്ഞാൽ വീണ്ടും ഇന്നലത്തെ കളിയെ പോലെ അവസാന 5 ഓവറിൽ വീണ്ടും അവരുടെ താളം തെറ്റി. ഫസ്റ്റുള്ള ഈ പറയുന്ന നിസംഗയെ പോലുള്ള 1-2 നിസംഗയും പെരേരയും, ഈ 2 പേര് മാത്രമാണ് അവിടെ കളിച്ചത്. ബാക്കി എല്ലാവരും വളരെ പരാജയപ്പെട്ടു. അവസാന നിമിഷം അല്ലെങ്കിൽ അവസാന ബാറ്റ്സ്മാരൊന്നും ഇന്ത്യക്ക് ബൗളിംഗിന് മുമ്പിൽ പിടിച്ചെടുക്കാൻ കഴിഞ്ഞില്ല. ഈ പ്രാവശ്യം 5 ഓവറിൽ അവർക്ക് വലുതായിട്ടൊന്നും ചെയ്യാനില്ലായിരുന്നു എന്നുള്ളതാണ് സത്യം. അവർ അതിൽ കളിച്ച് നിസംഗ വീണ്ടും 24 ബോൾ ചെയ്ത് 32 റൺസ് അടിച്ചു. ചക്കക്കുരു നിസംഗ. പിന്നെ മെൻഡിസ് പിന്നീട് നേരത്തെ പോയി 11 ബോൾ നേരിട്ടുണ്ട്, 10 റൺസ് അടിച്ച് നേരത്തെ പോയി. അവർക്ക് കളിച്ചത് കുശാൽ പെരേരയാണ്. 34 ബോൾ ചെയ്യുന്ന 53 റൺസ്, 2 സിക്സുകളും 6 ഫോറുകളും പറത്തിക്കൊണ്ട് അവനാണ് ഈ സ്കോർ 161 എന്ന് പറയുന്ന സ്കോറിലേക്ക് എത്തിച്ചത്. അവിടെ കുശാൽ പരേര ഔട്ടാക്കിയത് മറ്റാരുമല്ല, നമ്മുടെ ഹാർദിക് പാണ്ഡ്യ ഔട്ടാക്കിയിട്ട് കുശാൽ പരേര ഒരു നോട്ടം നോക്കി നിങ്ങൾ കണ്ടോ, തള്ളക്കി വെച്ചാണ് വിട്ടത് അവൻ. ഹാർദിക് പരേര ഈ ചെറിയ സ്വഭാവങ്ങളൊക്കെയാണ് എനിക്ക് ഇഷ്ടപ്പെടാത്തത്. അഹങ്കാരങ്ങൾ വേണ്ടേ, ഔട്ട് അടിച്ച് നീ എന്തിന് ചെറിയ എന്തിന്റെ അവനെയൊക്കെ പോട്ട്. പിന്നീട് കെ മെൻഡിസും വന്ന് 23 ബോൾ നേരിട്ടുകൊണ്ട് 26 റൺസ് എടുത്തു. അങ്ങനെ ടോട്ടൽ ആകെ മൊത്തം നോക്കി കഴിഞ്ഞാൽ 161 റൺസ് അടിച്ചു, 9 വിക്കറ്റ് നഷ്ടത്തിൽ ശ്രീലങ്ക. മറുപടി ബാറ്റിംഗ് വിക്കറ്റ് ആർക്ക് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ മുഹമ്മദ് സിറാജ് വീണ്ടും പരാജയമായിരുന്നു. ഹർഷദീപ് സിംഗിന് 2 വിക്കറ്റ്, ഹർഷൽ പട്ടേലിന് 2 വിക്കറ്റ്, രവി ബിഷ്ണോയി കഴിഞ്ഞ കളിയിൽ വിക്കറ്റ് ഒന്നും കിട്ടും, പക്ഷേ ഈ കളിയിൽ 3 വിക്കറ്റ് തള്ളിക്കൊണ്ട് രവി ബിഷ്ണോയി. പിന്നീട് പരാഗ് കഴിഞ്ഞ കളിയിൽ 3 വിക്കറ്റ് ഒക്കെ എടുത്തു എന്ന് പറഞ്ഞ് ഈ കളിയിൽ ഓവർ കൊടുത്തു, പക്ഷെ നല്ല അടി കിട്ടി. 4 ഓവറിൽ 30 റൺസ് വിട്ടുകൊടുത്തിട്ടുണ്ട്, മനസ്സിലായോ. പിന്നെ നമ്മുടെ ഹാർദിക് പാണ്ഡ്യ 2 വിക്കറ്റ് തള്ളിയിട്ടു. അപ്പൊ ഇതായിരുന്നു അവരുടെ ബാറ്റിംഗ്. എന്നിട്ട് രണ്ടാം ബാറ്റിംഗ് ഇന്ത്യ തുടങ്ങി ഏതാണ്ട് 3 ബോൾ എറിഞ്ഞപ്പോൾ തന്നെ 6 റൺസ് സ്കോർ ബോർഡിൽ ഇട്ടപ്പോൾ തന്നെ മഴ വീണ്ടും വന്നു. വീങ്ങളെല്ലാം കണ്ടിട്ട് മഴ വന്നിട്ട് എന്ത് ചെയ്തു, ഇത് പിന്നെ ഡഗ്ലസ് ലൂയിസ് നിയമപ്രകാരം പുതിയ ടാർഗറ്റ് നിശ്ചയിച്ചു. ആ ടാർഗറ്റ് എന്ന് പറയുന്നത് എന്താണ്, 8 ഓവറിൽ 78 റൺസ് അടിക്കുക എന്നുള്ളതായിരുന്നു. അപ്പൊ ഇന്ത്യക്ക് വിക്കറ്റ് ഒന്നും നഷ്ടപ്പെട്ടില്ല. അതിന് മുമ്പ് ഒരു കാര്യം പറയാം, ഈ പറഞ്ഞ ആർക്കും ഗില്ലിന് പകരം ഇന്ന് ഇറങ്ങിയത് ഗംഭീര ചാൻസ് കൊടുത്തു, മറ്റാർക്കുമല്ല നമ്മുടെ സഞ്ജു സാംസന് ഒരു ചാൻസ് കൊടുക്കുക മാത്രമല്ല ഓപ്പണിംഗ് ആയിട്ട് ഇറക്കുകയും കൂടി ചെയ്തു. പക്ഷേ സഞ്ജു സാംസൺ ആ ഒരു ചാൻസിനെ കൊണ്ട് തുലച്ചു എന്ന് തന്നെയാണ് എനിക്ക് തോന്നിയത്, മനസ്സിലായോ. അതൊന്നുമല്ല, ആ ബോൾ ഫസ്റ്റ് ബോൾ ഫേസ് ചെയ്ത ഫസ്റ്റ് ബോളിൽ ബൗൾഡ് ആവുന്ന ആ ബോളിനെ എങ്ങനെ ചെയ്യണം, സത്യം പറഞ്ഞാൽ ടോട്ടലി പിന്നെ ഈ കണ്ണുവട്ടം ബാറ്റ് ചെയ്യുമ്പോഴാണ് ബാറ്റ് വെച്ചത്. ഒന്നും ആ ബോളിന്റെ ദിശയോ ലെന്തോ ലൈനോ ഒന്നും പിന്നെ സഞ്ജു സാംസന് മനസ്സിലാകാത്ത പോലെ, അതായത് ഫുഡ് മൂവ്മെന്റ് പോലും ഇല്ലായിരുന്നു. അങ്ങനെ വളരെ ചീപ്പായിട്ട് ഔട്ട് ആയതുപോലെ എനിക്ക് തോന്നി. പക്ഷെ അത് വളരെ സങ്കടം തോന്നി. സഞ്ജുവിന് കിട്ടിയ നല്ലൊരു അവസരമായിരുന്നു. ഇന്ന് 2 അടി അടിച്ച് തന്റെ പിന്നെ വരവ് അല്ലെങ്കിൽ തന്റെ കഴിവ് പിന്നീട് തെളിയിക്കാനുള്ള ഒരു അവസരമായിരുന്നു സഞ്ജുവിന് നല്ല രീതിയിൽ എന്ത് ചെയ്യാൻ പുറത്തെടുക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. അപ്പോ 8 ഓവറിൽ 78 റൺസ് വേണമായിരുന്ന ഇന്ത്യ ഫസ്റ്റ് ഓവർ തന്നെ 14 റൺസ് എന്തോ അടിച്ചിട്ടുണ്ട്. യശസ്വി ജയ്സ്വാൾ വീണ്ടും മാരക ഫോമിലാണ്.
പീറ്റർ മൊത്തമായി എനിക്ക് എപ്പോഴും യശസ്വി ജയ്സ്വാൾ അടിക്കുമ്പോൾ എനിക്ക് സെവാഗിനെ ഞാൻ എപ്പോഴും വീരേന്ദ്ര സെവാഗിനെ എപ്പോഴും നമ്മൾ എന്ത് ചെയ്യും, ഞാൻ ഓർത്തു പോകും. കാരണം അതേ സ്റ്റൈലാണ്, ഒരു ഫിയർ ഇല്ലാതെ ഒരു പേടിയില്ലാതെ വരുന്ന ബോൾ തറങ്ങാൻ ചുമ്മാ ചാള അടിയൊന്നുമില്ല, പക്ഷെ കൃത്യമായിട്ട് കണക്ട് ചെയ്തുകൊണ്ട് ഏത് ബോളിനെയും അടിക്കാനുള്ള ടെക്നിക്ക് അവന്റെ കയ്യിലുണ്ട്. ഏത് ബോൾ എത്ര പിന്നെ ലൈൻ ലെന്ത് വന്നാലും എത്ര യോർക്കർ ആയാലും ശരി, ഏത് ബോളായാലും അത് കളിക്കാനുള്ള ക്ലാസ് എല്ലാ ഷോട്ടും അവന്റെ കയ്യിലുണ്ട് എന്നുള്ളതാണ്. അതിനൊപ്പം അവൻ നല്ല പവറുമുണ്ട്, അടിച്ച് പുറത്ത് കളയാനുള്ള പവറുമുണ്ട്. അപ്പൊ യശസ്വിയുടെ ആദ്യത്തെ കടന്നാക്രമണമാണ് അവരുടെ അവരെ നിലതെറ്റിച്ചത്. അവരുടെ ആത്മവിശ്വാസം എല്ലാം ചോർന്നു പോയത് യശസ്വിയുടെ എന്താണെന്നും ഈ പറഞ്ഞ കടന്നുള്ള ആക്രമണം. യശസ്വി ഇങ്ങനെ തുടങ്ങി വെച്ചു. സഞ്ജു സാംസൺ ഫസ്റ്റ് ബോളിൽ ബൗൾഡായി. അതിനുശേഷം വരും നമ്മുടെ നിലവിലെ ഫുൾ ടൈം ക്യാപ്റ്റനായ ആരാണ്, നമ്മുടെ സൂര്യകുമാർ യാദവ്. സൂര്യകുമാർ യാദവ് വരുന്നത് കണ്ട് പിന്നെ അടിയോട് അടിയായിരുന്നു. വെറും 12 ബോളുകളിൽ നിന്ന് 26 റൺസാണ് സൂര്യകുമാർ യാദവ് അടിച്ചെടുത്തത്. വെറും 12 ബോളിൽ നിന്ന് 26 റൺസ് സൂര്യകുമാർ യാദവ് അടിച്ചെടുക്കുന്നു. ഒരു 6ഉം 4 4ഉം. അങ്ങനെ സൂര്യകുമാർ യാദവ് ഔട്ടാവുന്നു. ആരുടെ 17 ഓവറിൽ സൂര്യകുമാർ യാദവ് ഔട്ടാവുന്നു. അതിനുശേഷം കുറച്ച് മുടയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ഹാർദിക് പാണ്ഡ്യ വരുന്നു. ഹാർദിക് പാണ്ഡ്യ സത്യം പറഞ്ഞാൽ ഒരു 6 അടിച്ചേണ്ട പാണ്ഡ്യ. അപ്പോ 1.5 6 ആയാലും ശരി, ആ ലാസ്റ്റ് മറ്റേ കവറിലൂടെ ഇങ്ങനെ അവന്റെ 17 അടിച്ച ആ ഒരു 4 അതൊക്കെ നല്ല ക്ലാസിക് ഷോട്ടാണ്. കുറച്ച് അഹങ്കാരം മാറ്റി ഞാൻ സൂപ്പറാണ്. അവസാനം 17 തന്നെ ഇന്നലെ കഴിഞ്ഞ കളിയിൽ അവനാണ് ഔട്ടായി. അപ്പൊ 17 വാശി തീർക്കാൻ വേണ്ടിയിട്ട് അടിച്ചൊക്കെ സ്റ്റൈലിലൊക്കെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ഭയങ്കര ആത്മവിശ്വാസമൊക്കെ തോന്നും പോലെ. അപ്പൊ എന്തായാലും പിന്നെ അവസാനം പിന്നീട് ഹർഭജൻ സിംഗ് അതൊക്കെ പറഞ്ഞത് എന്തിന്. ഹാർദിക് പാണ്ഡ്യയും ഈ പറയുന്ന നമ്മുടെ ആരാണ് ഋഷഭ് പന്തുമായിരുന്നു ഗ്രീസിൽ. വെറും എത്ര വിക്കറ്റ്, ഇന്ത്യക്ക് 3 വിക്കറ്റ് നഷ്ടമായി. ഇന്ത്യ 9 ഓവർ മിച്ചമുള്ളപ്പോൾ 9 ബോൾ മിച്ചമിരിക്കെ ഇന്ത്യ കളി ജയിച്ചു എന്നുള്ളതാണ്. അവിടെ വിക്കറ്റ് നോക്കി കഴിഞ്ഞാൽ വേറെ ആരുമില്ല. മഹേഷ് തീക്ഷണ 1 വിക്കറ്റും പിന്നീട് 17 മറ്റേ ഹസരംഗയും ഓരോ വിക്കറ്റ് വീതം. ഹസരംഗയിലാണ് ഈ പറയുന്ന നമ്മുടെ ഹാർദിക് പാണ്ഡ്യ അടിച്ച 6. അപ്പൊ എന്തായാലും 1.5 വിജയമായിരുന്നു. വളരെ ആധികാരികമായിട്ട് ആധികാരികം അപ്പുറം ഈ കൊച്ചു ടീം അറിയണം ഞാൻ പഠിച്ചു കാണിച്ചു എന്നുള്ള രീതി ആ ഒരു ലാഘവത്തോടു കൂടിയാണ് ഇന്ത്യ ബാറ്റ് ചെയ്തത്. അതുപോലെ സൂര്യകുമാർ യാദവ് എന്ന് പറയുന്ന ഇന്നിപ്പോ ഞാൻ കമന്റ് പറഞ്ഞിട്ട് സൂര്യകുമാർ യാദവ് പറഞ്ഞത് നമ്മളെ ഈ ട്രെയിൻ തന്നെയാണ്, പഴയ ട്രെയിൻ തന്നെയാണ്, അതായത് വേൾഡ് കപ്പ് ജയിച്ച ട്രെയിൻ തന്നെയാണ്. പക്ഷേ ഒരേ ഒരു മാറ്റമേ ഉള്ളൂ, അതിന്റെ എഞ്ചിൻ മാറ്റിയിട്ടുണ്ട് എന്ന് സൂര്യകുമാർ യാദവ് പറഞ്ഞതായിട്ട് ഞാൻ കമന്ററി കേട്ടു. അങ്ങനെ പറഞ്ഞെങ്കിൽ അത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം പറഞ്ഞതിന്റെ ഉദ്ദേശം മറ്റൊന്നുമല്ല, ട്രെയിൻ പഴയ ടീമൊക്കെ തന്നെ, പക്ഷെ നമ്മൾ എഞ്ചിന് ചെറിയൊരു പവറുള്ള ഒരു എഞ്ചിൻ കൊടുത്തു, എഞ്ചിന് മാത്രമേ മാറ്റമുള്ളൂ എന്നുള്ളതാണ്. അവരുടെ സത്യം പറഞ്ഞാൽ ഈ ഗംഭീർ വന്നതിന് ശേഷം ഫുള്ളായിട്ടുള്ള ഒരു കാഴ്ചപ്പാടിൽ മാറ്റം സംഭവിച്ചിട്ടുണ്ട്. അതായത് തുടക്കം മുതലായിക്കോട്ടെ എല്ലാവർക്കും ഫുൾ സ്വാതന്ത്ര്യം കൊടുത്തിട്ടുണ്ട്. ഈ പറയുന്ന യശസ്വി ആയിക്കോട്ടെ, സൂര്യകുമാർ ആയിക്കോട്ടെ, ആരായാലും വന്ന അടിയാണ്. T20 എങ്ങനെയാണ് ബാറ്റ് ചെയ്യാനുള്ളത്, എന്താണ് അവർക്ക് ആവശ്യം. ഞാൻ പറഞ്ഞില്ലേ, ഈ 8 ഓവറിൽ 78 എന്ന് പറയുന്ന സംഭവം 7 ഓവർ, അതായത് 6 ഓവർ 7 ഓവർ തികയും മുമ്പേ നമ്മൾ എന്ത് ചെയ്തു, ഈ പറയുന്ന അടിച്ചെടുക്കുകയാണ്. നമുക്ക് ലാസ്റ്റ് വരുന്നത് കൊണ്ടുപോകേണ്ട ആവശ്യമൊന്നുമില്ല. എല്ലാവരും തികഞ്ഞ ബാറ്റ്സ്മാൻമാരാണ്, തികഞ്ഞ ആത്മവിശ്വാസത്തോട് കളിച്ചു. ഈ പറയുന്ന ശ്രീലങ്കയെ തലങ്ങും വിലങ്ങും പട്ടിയെ പോലെ അടിച്ചുകൊണ്ടാണ് ഇന്ത്യ ഈ പരമ്പര സ്വന്തമായിരിക്കുന്നത്. എന്തായാലും ഞാൻ വളരെ ഹാപ്പിയാണ്. നമുക്ക് വീണ്ടും കാണാം. ജയ് ഹിന്ദ്.